Friends, welcome to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിംഗ് ലൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങിന് നമുക്ക് ലൈറ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ മിക്കതും നമ്മുടെ ഈ സാധാരണ നല്ല വലിയ സെറ്റപ്പിന് നല്ല റേറ്റ് വരും. അപ്പോൾ ഒരു സ്മോൾ ഒരു 2000 താഴെയുള്ള ഒരു പ്രൈസിന് ഒരു നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ലൈറ്റാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനും പേഴ്സണലി അത് എനിക്ക് ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഇത് ഒസാക്ക എന്ന ബ്രാൻഡിൻ്റെ റിംഗ് ലൈറ്റാണിത്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വന്ന കമ്പനിയാണത്. അപ്പോൾ വാറണ്ടിക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റാൻഡും ഒക്കെ കിട്ടുന്നതാണ്. ഒരു 1699 രൂപയ്ക്ക് കിട്ടുന്നതാണ് ഇതെല്ലാം. അപ്പോൾ അതിന് കിടക്കാണ്ട് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആവശ്യം ഒരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ കുറച്ച് നമ്മളെ വെളുപ്പിക്കാനും ഒന്ന് കളർ വെപ്പിക്കാനൊക്കെ ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോവാം അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക്. അതിൻ്റെ ബോക്സ് അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാം ഒസാക്ക എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡ്യൂറബിൾ ആൻഡ് മൾട്ടി യൂസേജ്, ഹൈ CRI ഫോർ ട്രൂ കളർ, പിന്നെ എനി ടൈം എനിവർ ഫോട്ടോഗ്രാഫി, അതുപോലെ ഐഡിയൽ റിംഗ് ലൈറ്റ് ഫോർ ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോ മേക്കേഴ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മോഡലായിട്ടുള്ള റിംഗ് ലൈറ്റ് 12 ഇഞ്ചിൻ്റെ T ബ്രാക്കറ്റ് മൗണ്ട് കൂടിയുള്ളതാണ്. പിന്നെ അത് DSLRനും മൊബൈലിനും മൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ കളർ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 3400 Kelvin to 5600 Kelvin അതിലുള്ളത്. പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 2 മോഡൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച മോഡൽ. ഇതിന് 1699 ആണ് പ്രൈസ്. അപ്പോൾ ഇതിന് അതിൻ്റെ താഴെയുള്ളതിനും ബാറ്ററി 9 വോൾട്ട് അഡാപ്റ്ററൊക്കെ വേണ്ട സാധനമാണ്. ഇതിന് ശരിക്കും USB ആണ്. നമുക്ക് ഇപ്പോൾ പവർ ബാങ്കിൽ കുത്തിയാൽ തന്നെ വർക്ക് ചെയ്യും. ഇതിന് നല്ല പവർ വേണം. ഇത് 9 വോട്ടിൻ്റെ അഡാപ്റ്റർ വേണം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് റേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് അതിൻ്റെ റേറ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇന്ത്യ, ഡൽഹി എന്നൊരു മാനുഫാക്ചർ ചെയ്യുന്നതാണ്. പിന്നെ ഈ ആദ്യത്തെയാണ് ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് 2999. പക്ഷേ നമുക്ക് ആമസോണിൽ അവൈലബിൾ 1599 ഉള്ളൂ, 1699 ഉള്ളൂ. ഇതിന് മറ്റേ പ്രോഡക്റ്റിന് 4500 റേറ്റ് ഉണ്ട്. അത് നമ്മുടെ കുറച്ച് പവർ കൂടിയ ടൈപ്പാണ്. അതുപോലെ നമ്മുടെ ലൈറ്റിൻ്റെ പവർ കൂടിയ ടൈപ്പാണ്. അതുപോലെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ബാറ്ററി അല്ലെങ്കിൽ അഡാപ്റ്ററിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ സീൽ ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും കിറ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വാറണ്ടി കാർഡും ഉണ്ട്. നമുക്കത് മാറ്റി വെച്ചിട്ട് വാറണ്ടി കാർഡ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വാറണ്ടി കാർഡ്. 10 റിംഗ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ 10 കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിലൊക്കെ 12 ഇഞ്ചെന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്താ സംഭവം മനസ്സിലായിട്ടില്ല. ഇത് നമുക്ക് വാറണ്ടി നമുക്കിത് വാട്സപ്പിൽ ഈ നമ്പറിൽ പിക്ചർ എടുത്ത് ഇൻവോയ്സിൻ്റെ പിക്ചർ എടുത്ത് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ വാറണ്ടി രജിസ്ട്രേഷൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ടൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു റിംഗ് ലൈറ്റ് മെയിനായിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രാക്കറ്റ്സുകളുണ്ട് നമുക്കിത് കണക്ട് ചെയ്യാനുള്ളത്. ഇത് രണ്ടും നമുക്ക് ഇതെല്ലാം ഫോൺ കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും നമ്മുടെ ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊഫഷണൽ ടൈപ്പ് പോലത്തെ ഒരു സ്റ്റാൻഡുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ഇതൊക്കെ അതിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. സ്റ്റാൻഡ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ സ്റ്റാൻഡ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, നല്ല മെറ്റലാണ്, നല്ല ഹെവി മെറ്റലാണ്. അതുപോലെ നമ്മുടെ ഫോട്ടോഗ്രാഫി നമ്മുടെ സ്റ്റുഡിയോയിൽ കാണുന്ന പോലത്തെ സ്റ്റാൻഡ് ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ എത്ര ഹെവി DSLR വെച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ അതിൻ്റെ മുകളിൽ എല്ലാം ഫുൾ മെറ്റലാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനമില്ല. പിന്നെ ഈ സാധനം മാത്രം കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്. പിന്നെ അതിൽ വ്യത്യാസം നമുക്ക് ഇതിൻ്റെ സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. കണ്ടു, ഫുൾ സ്പ്രിങ് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ നല്ല ഹൈറ്റ് വരെ കിട്ടും. ഭയങ്കര ഹൈറ്റ് കിട്ടും. എല്ലാ ഭാഗവും പൊന്തിക്കാൻ പറ്റും. ഇത് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ മോഡൽ ഈ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഇതിന് ഈ ഹൈറ്റ് മതി. ഇത് വയ്ക്കുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് കൂടും. അപ്പോൾ ഇത് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. അത് നമ്മളിവിടെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതിന് ജസ്റ്റ് ഈ ഹോൾഡർ നമുക്കിതിൽ വെച്ച് ടൈറ്റൻ ചെയ്യാൻ വേണ്ട, വേറെ ഒന്നും വേണ്ടത്. ഇത് ഫിറ്റ് ചെയ്യാൻ ഇനി ഫിറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇത് നമ്മുടെ മൊബൈൽ ഹോൾഡർ വെക്കുന്ന സാധനമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. ഹോൾഡർ വെച്ച് നമുക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വലിയ സംഭവമൊന്നും വേണ്ട. നമുക്കിത് ജസ്റ്റ് താഴെ 2 നോബ് ഉണ്ട്. അത് ടൈറ്റൻ ചെയ്താൽ നമുക്കിത് ഊരാം. അതുപോലെ സെറ്റപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഈ പൊസിഷനിലും വയ്ക്കാം, ഈ പൊസിഷനിലും വയ്ക്കാം. നമുക്ക് നമ്മുടെ മൊബൈലിൽ എങ്ങനെ വയ്ക്കേണ്ട, നമ്മുടെ പോർട്രേറ്റായിട്ട് വെക്കണോ വെർട്ടിക്കലായിട്ട് വെക്കണോ നോക്കിയിട്ട്. പിന്നെ ഇവിടെയും നമുക്ക് ഇതിങ്ങനെ ഇത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ ഞാനൊരു ഏകദേശം സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ടൈറ്റൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ട, വേറെ ഒന്നും വേണ്ട. സിമ്പിൾ പരിപാടിയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനമാണ്. പക്ഷേ നല്ല ക്വാളിറ്റി തോന്നി എനിക്ക് പ്രൈസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും. ഒസാക്കയുടെ ബ്രാൻഡാണ് കേട്ടോ. അത് ഡിജിടെക്കിൻ്റെ ഒക്കെ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ നല്ല പ്രൈസ് കൂടുതലാണ്. പിന്നെ കുറേ കംപ്ലയിൻറ്റ് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വാങ്ങിയാൻ കാരണം. റേറ്റിംഗ് നോക്കിയിട്ട് ഞാൻ വാങ്ങിയത്. അപ്പോൾ നല്ല റേറ്റിംഗ് ഉണ്ട് ആമസോണിൽ ഇതിന്. അപ്പോൾ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം.
ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മുടെ പവർ ബാങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വയർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 2 മീറ്ററൊക്കെ ലെങ്ത് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 3 സ്വിച്ചുകളുണ്ട്, 4 സ്വിച്ചുകളുണ്ട്. അതിൽ ഫസ്റ്റ് കൊണ്ട് നമ്മുടെ പവറാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനുള്ളതും പിന്നെ കുറയ്ക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ ലൈറ്റ് കളർ മാറ്റാനുള്ളത്, പിന്നെ കൂട്ടാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഓണാക്കി കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പവറൊന്നോ നമ്മുടെ ഇതിലേക്കൊന്ന് പവർ ഓണാക്കാം. അതിൽ നമുക്ക് പവർ ഉണ്ടോ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നമ്മുടെ പവറിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഇതിന് പവർ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അതാ വന്നിട്ടുണ്ട്, പവർ ചെറുതായിട്ടുണ്ട് അതിൽ. അതപ്പോൾ കത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഇത് കുറച്ച് നമുക്ക് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ വാമായിട്ടുണ്ട്. ഇത് കൂൾ വൈറ്റ്. നമുക്ക് കളർ ബ്രൈറ്റ്നസ് കുറച്ച് നമ്മുടെ മൈനസ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇത് കുറയും, അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടണം അമർത്തി പിടിച്ചാൽ അത് കൂടും. ഇത് ഫുള്ളാണ് ഇതിപ്പോൾ. ഇനി ഒന്ന് കുറച്ച് നോക്കാം. ഇതപ്പോൾ കുറയുന്നത് കണ്ടു. ഇതാണ് ഏറ്റവും ഡിമ്മ്, മറ്റേത് ഏറ്റവും ബ്രൈറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ക്യാമറയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഡിഫറൻസ് എങ്ങനെയുണ്ട് നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ലൈറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മൊബൈൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് കളർ കൂടിയ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ കുറച്ച് ക്ലാരിറ്റിയൊക്കെ ക്ലിയർ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴൊക്കെ നല്ല ഒരു ഹെൽപ്ഫുൾ സാധനം തന്നെയാണ്. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് ചെയ്യുമ്പോഴോ അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഇത് ശരിക്കും നമുക്ക് അങ്ങനെ ഇവിടെ മാറ്റി വയ്ക്കാനുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി സാധനം തന്നെയാണ്. 1600 രൂപയ്ക്ക് നല്ലൊരു വാല്യൂ ഫോർ മണി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ റിംഗ് ലൈറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒസാക്കേൻ്റെ നോക്കിയാൽ മതി. മറ്റേ മൈക്രോടെക്കിൻ്റെ നല്ല റിവ്യൂ കുറവുണ്ട്. നമ്മുടെ ആമസോണിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല റിവ്യൂ കുറവുണ്ട്. അതുപോലെ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനി പറയാനുള്ളത് നമുക്ക് ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ബൈ.